വർഷം 2013. പൃഥ്വി ഷാ എന്ന 14-കാരൻ റൺസ് അടിച്ചുകൂട്ടി വാർത്തകളിൽ നിറയുന്നു. ഹാരിസ് ഷീൽഡ് മത്സരത്തിൽ 85 ബൗണ്ടറികൾ സഹിതം 546 റൺസാണ് പൃഥ്വി ഷാ അടിച്ചുകൂട്ടിയത്. അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ക്രിക്കറ്റ് ലോകം അവനെ വിശേഷിപ്പിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം രാജ്കോട്ടിലെ സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാജകീയമായി പൃഥ്വി ഷാ രഞ്ജി അരങ്ങേറ്റം കുറിച്ചു. തമിഴ്നാടും മുംബൈയും തമ്മിൽ നടന്ന ആ മത്സരം രഞ്ജി സെമി ഫൈനൽ പോരാട്ടം കൂടിയായിരുന്നു. സെഞ്ചുറി നേടിയ പൃഥ്വി ഷാ മുംബൈയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. കളിയിലെ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2018 അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കാനും പൃഥ്വി ഷാക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ടീമിനായി കളിക്കുന്ന ശുഭ്മാൻ ഗില്ലും അർഷ്ദീപ് സിംഗും അഭിഷേക് ശർമ്മയുമെല്ലാം അന്ന് പൃഥ്വി ഷാക്ക് കീഴിൽ കളിച്ച താരങ്ങളാണ്. പിന്നാലെ ദേശീയ ടീമിൽ നിന്ന് വിളിയെത്തിയ പൃഥ്വി ഷാ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റത്തിലും സെഞ്ചുറി നേടി താനൊരു സംഭവമാണെന്ന് തെളിയിച്ചു. എന്നാൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യ നടത്തിയ പര്യടനത്തിനിടെ പരിശീലന മത്സരത്തിൽ പരിക്കേറ്റ പൃഥ്വി ടീമിൽ നിന്ന് പുറത്തായി. സ്വപ്നതുല്യമായ ഒരു തുടക്കമാണ് പൃഥ്വി ഷാക്ക് തൻ്റെ കരിയറിൽ ലഭിച്ചത്. എന്നാൽ നേട്ടങ്ങളുടെ ഉന്നതിയിൽ നിന്ന് പൃഥ്വിയുടെ കരിയർ പിന്നീട് താഴേക്ക് പതിച്ചു. മോശം കൂട്ടുകെട്ടുകളും ക്രിക്കറ്റിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞതുമെല്ലാം പൃഥ്വി ഷാക്ക് തിരിച്ചടിയായി മാറി. ഇതിനിടയിൽ കഫ് സിറപ്പ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിലക്കും താരത്തെക്കുറിച്ചുള്ള മോശം ധാരണകൾ ആളുകളിലേക്ക് എത്തിച്ചു. ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും പൃഥ്വി ഷാ തൻ്റെ സാന്നിധ്യം തുടർന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ മുംബൈയുടെ രഞ്ജി ട്രോഫി ടീമിൽ നിന്നും പൃഥ്വി ഷാ പുറത്താക്കപ്പെട്ടു. 2025 സീസൺ IPLനുള്ള താരലേലത്തിൽ പൃഥ്വി ഷായെ സ്വന്തമാക്കാൻ ഒരു ടീമും തയ്യാറായില്ല. തൻ്റെ കരിയറിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തി പൃഥ്വി ഷാ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മോശം കൂട്ടുകെട്ടാണ് തന്നെ ചതിച്ചതെന്ന് പൃഥ്വി ഷാ സമ്മതിക്കുന്നുണ്ട്. ഇതോടൊപ്പം സച്ചിൻ ടെണ്ടുൽക്കറെക്കുറിച്ച് പൃഥ്വി ഷാ നടത്തിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മോശ സമയത്ത് തന്നെ പിന്തുണച്ച ചുരുക്കം ചിലരിൽ പ്രധാനിയാണ് സച്ചിൻ എന്ന് പൃഥ്വി ഷാ പറയുന്നു. പൃഥ്വി ഷാ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. സച്ചിന് തൻ്റെ കരിയറിനെക്കുറിച്ച് നന്നായി അറിയാം. 8-9 വയസ്സ് പ്രായമുള്ള സമയം മുതൽ അർജുനും താനും സുഹൃത്തുക്കളാണ്. ഒരുമിച്ചാണ് തങ്ങൾ കളിച്ചു വളർന്നത്. സച്ചിനും ഇടയ്ക്ക് ഒപ്പമുണ്ടാകാറുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് സച്ചിൻ പറഞ്ഞ വാക്കുകളും പൃഥ്വി ഷാ വെളിപ്പെടുത്തുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് തൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വിശ്വാസമുണ്ടെന്നാണ് പൃഥ്വി ഷാ പറഞ്ഞത്. മുമ്പുണ്ടായിരുന്നത് പോലെ ശരിയായ ട്രാക്കിലേക്ക് തിരിച്ചു വരൂ. പൃഥ്വി ഷായുടെ കഴിവിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. ആ വിശ്വാസം തുടരുകയും ചെയ്യും. അടുത്ത 13-14 വർഷക്കാലത്തിനുള്ളിൽ ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പൃഥ്വി ഷാക്ക് ഏറെ പ്രചോദനമാകുന്ന വാക്കുകളാണ് സച്ചിൻ്റേത്. സച്ചിൻ തന്നെ വിശ്വസിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പൃഥ്വി ഷാ വ്യക്തമാക്കി. പൃഥ്വി ഷാ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയതിൽ ക്രിക്കറ്റ് ആരാധകരും വലിയ സന്തോഷത്തിലാണ്. 25-കാരനായ പൃഥ്വി ഷാ ഇന്ത്യക്കായി 5 ടെസ്റ്റ് മത്സരങ്ങളും 6 ഏകദിന മത്സരങ്ങളും 1 T20 മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത്. ടെസ്റ്റിൽ 339 റൺസും ഏകദിനത്തിൽ 189 റൺസുമാണ് താരത്തിൻ്റെ സമ്പാദ്യം. ശ്രീലങ്കയ്ക്കെതിരെ കളിച്ച ഏക T20 മത്സരത്തിൽ പൃഥ്വി ഷാ ഗോൾഡൻ ഡക്കായി പുറത്തായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും പൃഥ്വി ഷായുടെ അക്കൗണ്ടിലുണ്ട്. 79 IPL മത്സരങ്ങളിൽ നിന്ന് 23.95 ശരാശരിയിൽ 1892 റൺസും പൃഥ്വി ഷാ സ്വന്തമാക്കി. എന്തായാലും പൃഥ്വി ഷായുടെ പുതിയ തിരിച്ചറിവും വെളിപ്പെടുത്തലുകളുമെല്ലാം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.